അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എന്റെ പ്രിയപ്പെട്ടവരുടെ നിയോഗം പറയേണ്ട സമയമാണിത്. ഇന്നത്തെ ആവശ്യങ്ങളാണ് പറയേണ്ടത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലികള്, സഞ്ചരിക്കേണ്ട വഴികള്, കൂടി വിചാരത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത്, തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത്, സ്ഥാപനങ്ങൾ സന്ദർശിക്കാനുണ്ടെങ്കിൽ അത്, സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത്, രോഗപീഠകളെ കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെ എല്ലാമാണ് പറയേണ്ടത്. മനസ്സിൽ ഈശോയുടെ പരിശുദ്ധ അമ്മ കൃപാസനം പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് മനസ്സിൽ പറയണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, ശിരസ് നമിച്ച് കൈകൾ കുപ്പിയാണ് നിയോഗങ്ങളുടെ ഈ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കേണ്ടത്. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ്, കഴിഞ്ഞ രാത്രി എത്രയോ പേര് മരിച്ചു. എന്തുമാത്രം പീഡ സഹിച്ച് മരിച്ചു. അതേസമയത്ത് എന്തുമാത്രം വിഷമതകൾ അനുഭവിച്ചവരുണ്ട്, രോഗപീഠ അനുഭവിച്ചവരുണ്ട്. കർത്താവ്, അങ്ങയുടെ ദിവസം എഴുന്നേറ്റ് രോഗമാണെങ്കിൽ വേദന ഉണ്ടെങ്കിലും ഉണർച്ചയോടെ അങ്ങയുടെ ദിവസം ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ നീ എന്നെ സഹായിച്ചില്ലേ, അതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നെന്ന് പറയണം. കർത്താവ്, എല്ലാ മക്കളെയും ഇപ്പോഴീ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ്, നിന്റെ തിരുമുറിവാടുന്ന ആണിപ്പടതാർന്ന അത്ഭുത കരുത്താൽ മക്കളെ സ്പർശിക്കണേ. ഉച്ച മുതൽ ഉള്ളംകാര് വരെ ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥിബന്ധങ്ങളിലും ശരീരകോശങ്ങളിലും സ്പർശിക്കണമേ. കർത്താവിൻ്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. കർത്താവിൻ്റെ രക്തം മുൾക്കിടന്ന് ഒഴുകുന്ന കർത്താവിൻ്റെ രക്തം, തിരുവല്ലാവിലും മുറിവിൽ നിന്ന് കർത്താവ് ഒഴുകുന്ന കർത്താവിൻ്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകട്ടെ. കർത്താവെ, നിന്റെ നാമത്തെ സ്വന്തം കർത്താവെ, നിന്റെ വിശുദ്ധമായ രക്തം ഞങ്ങളെല്ലാ പാപങ്ങളും മോചിക്കുന്ന പോലെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഏറ്റെടുക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. ഇപ്പോൾ കർത്താവ്, ഇന്ന് ഈ മക്കൾ പോകുന്ന വഴികൾ, ചെയ്തു തീർക്കേണ്ട ജോലികൾ, പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അതുപോലെ തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള ഹോംവർക്കുകൾ, അതുപോലെ ഗൃഹപാഠങ്ങൾ, എന്ത് തന്നെയായാലും കർത്താവ് നീ ഇപ്പോൾ ഏറ്റെടുക്കണം. കർത്താവ്, ഇവിടെ സംരംഭങ്ങൾ, ഇവിടെ ആലോചനകൾ, ചിലർക്ക് കർത്താവ് സംശയത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ശരിയാകുമോ, അത് നമുക്ക് ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അതുപോലെ ചെയ്താൽ ശരിയാകുമോ, വല്ല കുഴപ്പമുണ്ടാകുമോ, ആശങ്കയിലിരിക്കുന്നവരുണ്ട് ഈശോയെ. പല തീരുമാനം എടുത്തിട്ടും നടപ്പിൽപ്പെടുത്താൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് ഈശോയെ. അവരൊക്കെ നീ ഇപ്പം സന്ധിക്കണം കർത്താവേ. കർത്താവ്, ഒത്തിരിയേറെ ലീവുകളായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ പലതരത്തിലുള്ള വിഷമതകൾ, ശമ്പളം കിട്ടാത്തതിനെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ശമ്പളം കിട്ടിയാലും കർത്താവെ കടങ്ങൾ
തീരാതെ ഇരിക്കുന്നവരുണ്ട് ഈശോയെ. അപ്പം ഇങ്ങനെ ഒരു കുരുക്കി ചെന്ന് ചാടിയിട്ടുള്ള സാമ്പത്തിക കുരുക്കിലാകപ്പെട്ടുള്ള മനുഷ്യരുണ്ട് കർത്താവ്. അവർക്ക് ഒത്തിരി പേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം അതുമില്ല ഇതുമില്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഒരു നെഞ്ചുവേദനയും വേർപ്പൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കണം ഈശോ. കുടുംബത്തിൽ എപ്പോഴും പറഞ്ഞ് സാമ്പത്തിക വിഷയം പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകർച്ച സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പറഞ്ഞിട്ടും ശ്രദ്ധിച്ചില്ല, ഇപ്പോഴെങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഓരോ കാര്യങ്ങളില്ലേ ഈശോയെ, അതെല്ലാം ഇപ്പം അങ്ങേക്ക് ഏൽപ്പിക്കണം ഈശോയെ. ഇപ്പം എങ്ങനെ ഇരുന്നാലും കർത്താവ് നീ അവരുടെ സങ്കടവും അവരുടെ കണ്ണുനീരും ഭാരവും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നിൻ്റെ കൃപ പോലെ അത് ഇരിക്കുമല്ലോ ഈശോയെ. അതുപോലെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവ്. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോയെ. ഓരോ ആവശ്യങ്ങൾ കർത്താവ്, ഗർഭിണികൾ, പ്രസവ ഡേറ്റുള്ളവരുണ്ടാവും, ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പേപ്പറിട്ട് നോക്കുമ്പോൾ ഇന്ന് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മക്കളുണ്ടാവും. അവരുടെ സന്തോഷത്തെ കർത്താവ് അങ്ങനെ തിരിച്ചറിയുക. അവരുടെ കുഞ്ഞിനെ നീ വയറ്റിലെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അമ്മയും കുഞ്ഞും സുഖമായിരിക്കാനും ആരോഗ്യമായിട്ടുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും കർത്താവ് നീ എല്ലാ ഗർഭിണികളുടെ വയറിനെ സ്പർശിക്കണേ കർത്താവ്. എല്ലാ രോഗികളെ നീ സ്പർശിക്കണേ കർത്താവ്. ഈശോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മുഴയും സിസ്റ്റമുള്ളവരെ നീ സ്പർശിക്കണേ കർത്താവ്. കണ്ണിന് കാഴ്ചക്കുറവുകളും ചെവിക്ക് കേൾവിക്കുറവുള്ളവരും സ്രാവങ്ങൾ പുറപ്പെടുന്നവരെ സ്പർശിക്കണേ കർത്താവ്. രോഗപീഠകൾ കാരണം മരുന്നൊഴിയാത്ത കുടുംബങ്ങളും മരണത്തിനും മണമുള്ള വിഷയങ്ങളിൽ ജീവിതം ഭാരമായിട്ട് തോന്നുന്നവർ കർത്താവെ, പലതരത്തിൽ കർത്താവ് ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റാത്ത, ചിരിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ സൗഹാർദ്ദത്തോടെ സംസാരിച്ചിട്ടോ മാസങ്ങളായിട്ടുള്ള കുടുംബങ്ങളും വ്യക്തികളുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്നത്തെ ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ, കൃപാസനത്താരം നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ നിന്റെ ഭാരങ്ങൾ, പാപങ്ങൾ, മ്ലാനമായ നിന്റെ അവസ്ഥകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിക്കുന്നത് നവംബർ 6-ാം തീയതി ബുധനാഴ്ച ഹെബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. വായിച്ചോളൂ. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. അത് നിങ്ങളത് ഏറ്റവും പറഞ്ഞ അച്ഛൻ്റെ കൂടെ. അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. അപ്പോഴേ ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരമാണെന്ന് അമ്മ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ചില വിഷയങ്ങൾക്ക് ഇത്തിരി ദീർഘക്ഷമ വേണം. അത് നാച്ചുറൽ പ്രോസസ്സായേ ഉള്ളൂ. അതുപോലെ ഒരു വാഴയില്ലേ, വാഴ ഇങ്ങനെ കുലച്ചു കഴിഞ്ഞാൽ ഉടനെ പഴമാവുക ഇല്ല. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം വാഴയ്ക്ക് ഒരു ഭാവിയും വിധിയും കൊടുത്തിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ് മാത്രമേ അത് മൂത്ത് പഴമായി വരത്തുള്ളൂ. എന്നാലേ അതിൻ്റെ ടേസ്റ്റും മധുരം ഉണ്ടാകത്തുള്ളൂ. അപ്പം നീ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഉടനെ പറഞ്ഞാൽ ചവർപ്പായിരിക്കും, അതിന് കറിവെക്കാൻ കൊള്ളാതെ വരും. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കാതെ പോയെങ്കിൽ അത് കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ അത് മധുരിക്കുന്ന സമയത്ത് കർത്താവ് അത് കൈകാര്യം ചെയ്യും. അത് മധുരിക്കുന്ന സമയത്ത്, അതുകൊണ്ട് നടക്കാതെ പെൻഡിങ്ങിന് വന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെതാണ്. അതിവിടെ എനിക്ക് കാര്യമൊന്നുമില്ല, കർത്താവ് അവൻ്റെ സമയത്ത് ചെയ്തുകൊള്ളും. അപ്പോൾ അവർ കയറിപ്പോയില്ല, ഇവർക്ക് പിള്ളേരുണ്ടായില്ല, അവിടെ കല്യാണം നടന്നല്ല. ഒരു കാരണവശാൽ നീ മറ്റുള്ളവരുമായിട്ട് നീ കമ്പയർ ചെയ്ത്. കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫിലിപ്പിയർ 2:3 പറഞ്ഞിട്ടില്ലേ, പരസ്പരം മത്സരിക്കുന്നൊരു വിഡ്ഢികളാണെന്ന്, താരതമ്യം ചെയ്യുന്നൊരു വിഡ്ഢികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പിയർ 2:3. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരോ കാര്യം നോക്കണം. എന്താണ് അതായത് മറ്റുള്ളവർക്ക് അത് കിട്ടിയല്ലോ, പിന്നെ എനിക്കെന്താ കിട്ടാത്തത്? എൻ്റെ ദൈവത്തിലെ നിനക്ക് കിട്ടാത്തത് എന്താണ്? നീ ചോദിക്കേണ്ടത് ദൈവത്തെയാണ് ചോദിക്കേണ്ടത്. കർത്താവ് ഇതിലൂടെ, ഇത് താമസിക്കുന്നതിലൂടെ, ആ താമസം എനിക്ക് നിൻ്റെ കൃപ കിട്ടുമെങ്കിൽ എനിക്ക് അതാണ് വേണ്ടത്. അതാണ് കാത്തിരുന്ന്. എബ്രഹാം ദീർഘക്ഷമയോടെ വാഗ്ദാനം കാത്തിരുന്ന് പ്രാപിച്ച്. എബ്രഹാം പ്രാപിച്ചത് ഇസഹാക്കിനൊന്നുമല്ല. എബ്രഹാം പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. കാത്തിരുന്ന് പ്രാപിക്കണം. ദൈവത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ കൃപാസനത്തിൽ വന്ന ആൾക്കാർ ഒക്കെ പെട്ടെന്നല്ലേ, 23 വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ ഒറ്റ സെക്കൻഡ് മക്കളുണ്ടാകത്തില്ല അവർക്ക്. അപ്പം ദൈവത്തിന് വേണമെങ്കിൽ എപ്പോഴും ചെയ്യാം. കാത്തിരുന്ന് പ്രാപിക്കണം. ഒരിക്കലും ബ്ലെസ്സിങ് ആയിരിക്കത്തില്ല, അത് ഗ്രേസ് ആയിരിക്കും. അതാണ് എൻ്റെ വിഷയം. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ്. എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ പുറത്തുള്ള ജോലി, വീട്, വിവാഹം, അതൊക്കെ നമ്മുടെ ശരീരത്തിന്. ജോലി ഉണ്ടായാൽ നമുക്ക് പൈസ കിട്ടും, പൈസ കിട്ടിയാൽ നമുക്ക് വീട് വെക്കാം, നമുക്ക് എല്ലാം കഴിക്കാം, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം. അതെല്ലാം ശരീരത്തിൻ്റെ ആണ്. ശരീരം അവസാനം എന്ത് ചെയ്യും? ശുദ്ധത്തിൽ കൊണ്ട് കളയും. ഇതെല്ലാം കാത്തിരുന്ന്. അതായത് പലതും ഈ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന എല്ലാ ബ്ലെസ്സിങ്സും ബോഡിയുടേതാണ്. ബോഡിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിസൻഗ്രേറ്റ് പോകും. പക്ഷെ കാത്തിരുന്ന് പ്രാപിക്കുന്നത് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളല്ല,
അത് കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അത് നിത്യയ്ക്ക് സ്വരുക്കൂട്ടി ദൈവം നൽകണം. എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് കാത്തിരുന്ന് പ്രാപിക്കാൻ വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓർക്കുക, അതായിരിക്കും നിന്നെ നിത്യ തീരുമാനിക്കുന്നത്. നിത്യതയെ നിനക്ക് അവകാശമാക്കാൻ ദൈവം തീരുമാനിക്കുമ്പോഴാണ് ചില സബ്ജക്റ്റുകൾ താമസിച്ചു പോകുന്നത്. എൻ്റെ പേര് പ്രിൻസി. ഞാൻ ആലപ്പുഴയിൽ ലത്തീൻ ഇടവക അംഗമാണ്. എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം ഇവിടെ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് താമസിച്ചതിന് മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. ഓഗസ്റ്റ് മാസം 13-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ചുമ വന്നിട്ട് എഴുന്നേറ്റു. പുള്ളി എഴുന്നേറ്റ് ചുമച്ച് തുപ്പിയപ്പോൾ ബ്ലഡ് വന്നു. അത് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ ചുമച്ച് തുപ്പിയപ്പോൾ ബ്ലഡ് വന്നു എന്ന്. അപ്പം എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, കാര്യം ഒരാഴ്ചയായിട്ട് പുള്ളിക്ക് നല്ല ചുമയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തൊണ്ട പൊട്ടിയിട്ട് ബ്ലഡ് വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ഇതുപോലെ ചുമച്ച് തുപ്പി എന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടില്ല. ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മുറ്റത്തേക്ക് കുറേ തുപ്പി. അപ്പോൾ ഒത്തിരി ഉണ്ട് ബ്ലഡ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും, ഇത്രയും കൂടുതൽ വരണമെങ്കിൽ എന്തായിരിക്കും എന്ന് ഓർത്തു. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിന് കണ്ടപ്പോൾ ഒന്നും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഡോക്ടറെങ്കിലും ഒരു ടാബ്ലറ്റ് എഴുതി തന്നു. കഴിച്ചിട്ട് നോക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങളേക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും നല്ല കൂടുതലായിട്ട് ബ്ലഡ് വായിന്ന് വന്നു തുപ്പി. അപ്പം ഞങ്ങൾ വീണ്ടും അതേ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞെങ്കിൽ 1 മണിക്കൂർ ഒബ്സർവേഷനിലിരിക്കുക, നമുക്ക് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു അവിടെ അധികം ഫെസിലിറ്റി ഇല്ല, കാര്യം ഒരു ഡോക്ടർ കാഷ്വാലിറ്റിയിലും മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ വണ്ടാനത്തേക്ക് പോയിക്കോളാം. ഡോക്ടർ എങ്കിൽ അതായിരിക്കും നല്ലത്, ഞങ്ങൾ വണ്ടാനത്തുകൊണ്ട് കാണിക്കും. ഞങ്ങൾ വേഗം വണ്ടാനത്തേക്ക് പോയി. അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ അഡ്മിഷൻ എഴുതി. നമ്മളപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാതെ പോയത്. 4 കുട്ടികളുണ്ട്. അവർ വീട്ടിൽ കിടത്തി ഉറക്കിയിട്ട് വീട് പൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എങ്കിലും അഡ്മിഷൻ പറഞ്ഞ് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ പിന്നെ അവിടെ ഓക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്നു. അപ്പം ഞങ്ങൾ വെച്ച് ഛർദ്ദിച്ചിട്ടായിരിക്കും ബ്ലഡ് വന്നതെന്ന് വിചാരിച്ചു. ഞങ്ങളിരുന്നപ്പോൾ അവരപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു, വയറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. വല്ല ബ്ലഡിന് കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ചെയ്യാൻ നോക്കി. പക്ഷേ എൻഡോസ്കോപ്പി ചെയ്യാൻ പുള്ളി അത് മൂക്കിൽ കൂടെ ട്യൂബിടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അത് ഊരിക്കളഞ്ഞു, അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് സ്കാനിങ് അല്ല, എക്സ്റേ ഒക്കെ എടുത്തു, ECG ഒക്കെ എടുത്തു. ഞങ്ങൾ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ വാർഡിൽ പോയി അന്ന് പകൽ കുഴപ്പമൊന്നുമില്ല. അന്ന് വെളുപ്പിന് ഒരു 5:30-ക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരു 7-8 മണി വരെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ബെഡൊന്നും കിട്ടിയില്ല, ഞങ്ങൾ താഴെയാണ് കിടന്നത്. അങ്ങനെ ഞങ്ങൾ എന്തോ ടാബ്ലറ്റൊക്കെ എഴുതി തന്നത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി താഴെ പോയപ്പോൾ എന്നെ വിളിച്ചു, വേഗം വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും പുള്ളി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. അടുത്തുള്ള ബെഡിലുള്ളവരെല്ലാവരും ഉണ്ട്. ഞാൻ ഓടിച്ചെന്ന് വേഗം ഒരു പാത്രം ഉണ്ടായിരുന്നു, അത് പിടിച്ചിട്ട് ബ്ലഡ് കുറേ വന്നു. അതുകൊണ്ട് കളഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇതുവരെ ചുമയ്ക്കുമ്പോഴൊക്കെ നല്ല പോലെ ഒരു മഗ്ഗിന് പകുതി മഗ്ഗോളം ബ്ലഡ് വരുന്നുണ്ട് ചുമച്ചിട്ട്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇതെന്തായിരിക്കും. പക്ഷേ മാതാവൊന്നും വരുത്തത്തില്ല, കർത്താവൊന്നും വരുത്തത്തില്ല എന്നോ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ബ്ലഡാണെങ്കിലും കഫമാണെങ്കിലും എല്ലാം ഒത്തിരി ടെസ്റ്റ് നടത്തി. ഈ ടെസ്റ്റിൽ ഒന്നും കാണിക്കുന്നില്ല. TB ആണോ എന്ന് ലാസ്റ്റ് ചെക്ക് ചെയ്തു, TB അല്ല. ലാസ്റ്റ് സ്കാനിങ്ങിന് എഴുതി തന്നപ്പോൾ അവിടെ തന്നെ അഡ്മിഷൻ ആയതുകൊണ്ട് അവിടെ തന്നെ സ്കാൻ ചെയ്യണം, നമ്മൾ പുറത്ത് പോയി ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടേ ഡേറ്റ് ഉള്ളൂ സ്കാനിങ്ങിന്. അപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല, സ്കാനിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് 1 മാസം വീട്ടിൽ പോയിട്ട് 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ വേണ്ടി വന്നാൽ മതിയെന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ പിന്നെ ഓർത്തു അങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട, വേറെ ഒന്നും കാണിക്കുന്നില്ല, അപ്പം വേറെ എന്താണെന്ന് അറിയണമല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഞങ്ങൾ സ്കാൻ ചെയ്യാം, അവിടുന്ന് എഴുതി തന്നു. ഞങ്ങൾ എഴുതി വെച്ചിട്ട് പോയി പുറത്ത് സ്കാൻ ചെയ്യാൻ പോകുന്നു എന്ന്. അങ്ങനെ പുറത്ത് പോയി സ്കാൻ ചെയ്തു, തിരിച്ചു വന്നു. ഉടനെ കിട്ടത്തില്ല റിസൾട്ട്, ഇച്ചിരി വൈകും. അപ്പം നമുക്കറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു വല്ലാത്ത രീതിയിലാണ് അവിടെ നിന്നത്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് എന്തായിരിക്കും കാര്യമെന്ന്. എങ്കിലും ഞാനൊന്നും ചോദിച്ചില്ല. ഞങ്ങളിങ്ങനെ പോന്നു, ഹോസ്പിറ്റലിൽ വന്നു, ഞങ്ങളിരുന്നു. പിറ്റേ ദിവസം 6 മണി, അന്ന് വൈകുന്നേരം 6 മണിക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ തിരക്കി എന്താ റിപ്പോർട്ടിലെന്ന്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. ഡോക്ടറെ കാണിച്ചാൽ മതി, ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ജൂനിയർ ഡോക്ടേഴ്സ്, PG ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. അവരെ കാണിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു സീനിയർ ഡോക്ടർ വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സീനിയർ ഡോക്ടർ റൗണ്ട്സിന് വന്നു. സീനിയർ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ഇത് ലങ്സിനകത്ത്, റൈറ്റ് സൈഡ് ലങ്സിനകത്ത് ഒരു ലീഷനാണ്, നല്ല വലിയൊരു ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയണം, അത് ക്യാൻസർ ആണ്, വേറെ ഒന്നും ആവാൻ ചാൻസ് ഇല്ല, അത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ. അതായത് റൈറ്റ് സൈഡ് ലോബ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ അവർ ഒരു ആശ്വാസം തന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്റ്റേജാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാര്യം ഈ സ്റ്റേജിൽ ഒരിക്കലും
ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനെ ഒരു ബ്ലഡ് വന്നതുകൊണ്ട് മാത്രം, സ്കാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അതൊരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേ നമുക്കത് പുറത്തേക്ക് നമുക്ക് കണ്ടു തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു ഇതാണ് അവർ പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ച് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷേ നമുക്ക് ടൈമുണ്ട്, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതല്ല ഇത്. ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് ടൈമുണ്ട്. അങ്ങ് ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട, പതിയെ നമുക്ക് സാവധാനം ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഓക്കെ, സോറി, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ഡോക്ടർ റൗണ്ട്സ് വന്നു പോയി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കേട്ടു ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാർഡിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ, അവിടെ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് കരുതി താഴെ ചായ കുടിക്കാൻ വന്നു. 5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റനായിരുന്നു, അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോമ്പൗണ്ടിലേക്ക് പോകുന്നത്. ചായയുമായിട്ട് പുള്ളി ഒരു സ്ഥലത്ത് ഒരു ചെയർ കണ്ടപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ കോമ്പൗണ്ടിലേക്ക് നടന്നു, അവിടെ ഒരു ദൂര സ്ഥലത്ത് മാറി ഇരുന്നു. അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഒരു അമ്മയും ഒരു കൊച്ചും കൂടെ, ഒരു മോളും കൂടെ കൃപാസനം പത്രം കൊടുത്ത് നടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ മുമ്പൊന്നും എനിക്കങ്ങനെ പത്രത്തിനോട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ആ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ, ഞാൻ വെറുതെ വാങ്ങിച്ച് വെച്ച് വീട്ടിൽ കൊണ്ട് വെക്കുന്നല്ലാതെ ഞാൻ തുറക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ അന്ന് എനിക്ക് ആ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ആ പത്രം വാങ്ങിച്ച് ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ, എൻ്റെ കയ്യിൽ ഒരു ബാഗേ ഉണ്ടായിരുന്നുള്ളൂ, ആ സ്കാനിങ് ബാഗിൻ്റെ ഉള്ളിൽ ഞാനത് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വാർഡിലേക്ക് പോയി. പിന്നെ ഞാൻ ഒന്നും പത്രത്തെക്കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചില്ല. വാർഡിലേക്ക് പോയി. ഓരോ ഡോക്ടേഴ്സ് മാറിയും തിരിഞ്ഞ് വരുമ്പോഴൊക്കെ സ്കാനിങ് റിപ്പോർട്ട് നോക്കുന്നുണ്ട്. അവർ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല, കാര്യം ഇനി ബയോപ്സി ചെയ്യുക, ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് അറിയണം. ബയോപ്സി ചെയ്തതിന് ശേഷം അത് അവിടെ അതിനുള്ള സൗകര്യമില്ല, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ RCCയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലോ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഏത് ഹോസ്പിറ്റൽ വേണമെന്ന് 2-3 ഹോസ്പിറ്റൽ ഓരോരുത്തർ പറഞ്ഞു. അതനുസരിച്ച് എല്ലാ ഹോസ്പിറ്റലും വിളിച്ച് തിരക്കി. അവസാനം ഒരു ഹോസ്പിറ്റൽ ആസ്റ്റർ മെഡിസിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്തു, അവിടെ പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കി. അങ്ങനെ ഡോക്ടർ ഓഗസ്റ്റ് 31-ാം തീയതി സർജറിക്ക് വേണ്ടി എഴുതി തന്നു. 30-ാം തീയതി നമ്മളിവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഇത് മാറിപ്പോകും, നമുക്ക് ഒരു സർജറിയുടെ ആവശ്യമില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് ഞാനപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് 20-ാം തീയതി എന്തോ ആണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സർജറിയൊക്കെ കുറച്ച് നീട്ടി വെക്കണേ, കുറച്ച് നമുക്ക് ടൈം കിട്ടണേ എന്നാണ് ആഗ്രഹം. കാര്യം ഇനി ഒന്നുകൂടെ സ്കാൻ ചെയ്യുമ്പം ഇതവിടെ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് സ്കാൻ ചെയ്താൽ മാറണമെന്ന് നമുക്ക് അത്ര ഒരു ഉറപ്പില്ല. അപ്പോൾ ഇച്ചിരി ടൈം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും കാണത്തില്ല, അപ്പോൾ മെയിൻ സർജറി ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും ഉള്ള സമയത്ത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള സമയത്ത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 31 അഡ്മിഷൻ സർജറി എഴുതി, 30-ന് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞങ്ങളിങ്ങി പോന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ചും ഡോക്ടേഴ്സിനെ കണ്ടുമൊക്കെ ഇരിക്കുമായിരുന്നു. നമുക്കറിയാവുന്ന എല്ലാവരെയും പോയി കാണിച്ചു. എല്ലാവരും ഇത് തന്നെ സെയിം തന്നെ പറഞ്ഞു. പക്ഷേ ആസ്റ്ററിൽ മാത്രം ബയോപ്സി ചെയ്യാൻ പറഞ്ഞില്ല. ബയോപ്സി ചെയ്യാതെ തന്നെ നമുക്ക് അതങ്ങ് ലോബ് കട്ട് ചെയ്ത് കളയാം എന്ന് തീരുമാനമായി. പക്ഷേ നമ്മൾ വേറൊരു ഓങ്കോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മളങ്ങനെ ബയോപ്സി ചെയ്യാതെ ചെയ്യുന്നത് റിസ്ക്കാണ്. കാര്യം ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്ന് അറിയാതെ നമ്മൾ ചുമ്മാ ഓപ്പൺ സർജറി ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും റിസ്ക് വന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളത് ബയോപ്സി ചെയ്ത് അതിൻ്റെ കാര്യം മുഴുവൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷനായി. നമ്മൾ RCCയിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കണ്ടു. നമ്മുടെ റിസൾട്ട് മുഴുവൻ കാണിച്ചു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, ബയോപ്സി ചെയ്യണം, അതിനുശേഷം സർജറി നടത്താം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടർ ബയോപ്സി ചെയ്യാതെ നമുക്കിത് ചെയ്തുകൂടെ? കാര്യം ബയോപ്സി ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട്, ലങ്സിനുള്ളിൽ കൂടെ ഒരു സൂചി പോവും, അപ്പം നല്ല റിസ്ക്കാണ്, ചിലപ്പോൾ ലങ്സ് പങ്ക്ചറാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ അവരിലുണ്ട്, അത് അവർക്ക് അറിയാം ചെയ്യാനായിട്ട്. അപ്പം ബയോപ്സി ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്നില്ല, ഞങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ അവിടെ RCCയിലേക്ക് പോയില്ല. പിന്നെ RCCയിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അമ്പലപ്പുഴയിലൊരു ഡോക്ടർ, ഓങ്കോളജി ഡോക്ടറുണ്ട്. പുള്ളിയുടെ വീട്ടിലും കയറി കണ്ടു. പുള്ളിയെ കണ്ടപ്പോഴും പുള്ളി ഇത് തന്നെ, ബയോപ്സി വേണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയത്. അപ്പോൾ പുള്ളിയും പറഞ്ഞില്ല, ബയോപ്സി ചെയ്യാതെ നമ്മളതങ്ങനെ ചെയ്യുന്നത് റിസ്ക്കാണ്, അത് അതിൻ്റേതായ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മൾ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് നമ്മൾ ആസ്റ്ററിലെ ഡോക്ടർ, നമ്മൾ സർജറിക്ക് പറഞ്ഞ ഡോക്ടറെ ഫോണിൽ വിളിച്ചു. ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ തിരക്കിയപ്പോൾ ഇങ്ങനെ പറയുന്നു, എന്താ ചെയ്യേണ്ടത്, ബയോപ്സി വേണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ബയോപ്സി ഇല്ലാതെ ചെയ്യാനാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞു. എങ്കിലും നമുക്ക് കൺഫ്യൂഷനാണ്, ഇത് ബയോപ്സി ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നമുക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ പ്രവീൺ. പുള്ളി നമുക്ക് നേരത്തെ അറിയാവുന്നത്, പക്ഷേ പുള്ളി ഓങ്കോളജി ആണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അന്നൊരു ദിവസം ആരോ പറഞ്ഞു, യാദൃശ്ചിക വെച്ചാൽ ഒരു അറിവ് വായിൽ നിന്ന് കിട്ടിയതാണ് പുള്ളി ഇങ്ങനെ ഓങ്കോളജി ആണെന്ന്. അപ്പോൾ അന്ന് തന്നെ ഡോക്ടറെ, അന്ന് സൺഡേ ആയിരുന്നു, അന്ന് ഡോക്ടർ പള്ളിയിൽ വരുമ്പോൾ ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഡോക്ടറെ കണ്ടു, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെന്നു, എല്ലാ റിസൾട്ടും കണ്ടു. ഡോക്ടറും അപ്പോൾ പറഞ്ഞു, ബയോപ്സി ചെയ്യണം, ബയോപ്സിയും പെറ്റ് സ്കാനും ചെയ്യണം, ചെയ്തതിന് ശേഷം നമുക്ക് സർജറിയിലേക്ക് പോകാവുള്ളൂ എന്ന് പറഞ്ഞു.
ഡോക്ടർ എറണാകുളത്ത് ഒരു പെറ്റ് സ്കാൻ ചെയ്യുന്ന സ്ഥലം നമുക്ക് റെഫർ ചെയ്തു, ബയോപ്സിക്കും റെഫർ ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യം ബയോപ്സി ചെയ്യും, അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ, നമുക്ക് ആദ്യം പെറ്റ് സ്കാൻ ചെയ്തിട്ട് ബയോപ്സി ചെയ്യാം. കാര്യം എൻ്റെ മനസ്സിൽ മൊത്തം സ്കാനിങ് ചെയ്യുമ്പോൾ ഇതവിടെ കാണത്തില്ല എന്നത്. അപ്പം ബയോപ്സി വരെ നമ്മൾ ചെയ്ത് നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടൈം പോവാതിരിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയാണ് താല്പര്യം അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളിങ്ങി പോന്നിട്ട് വീണ്ടും ഞങ്ങൾ എന്നിട്ടും അടുത്ത ഡോക്ടറെ നമ്മൾ അറിയാവുന്ന ഒരു ഫ്രണ്ട് വഴി വേറൊരു ഡോക്ടറെ അറിയാം. അങ്ങനെ ആ ഡോക്ടറെ കാണാൻ എറണാകുളത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടറെ എല്ലാം കാണിച്ചു. ഡോക്ടറും ബയോപ്സിക്ക് എഴുതി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. എല്ലായിടത്തും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു. അങ്ങനെ വന്നു, നമ്മൾ സ്കാൻ ചെയ്ത് ബയോപ്സിക്ക് വേണ്ടി എഴുതി തന്ന സ്ഥലത്തും പോയി അവിടെ ഒന്ന് കണ്ടു. ചുമ്മാ വരുന്ന വഴിക്കായതുകൊണ്ട് അവിടെയും കയറി എല്ലാം കണ്ടു. ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യണ്ട ബയോപ്സി, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മൾ ഈ ചെയ്ത സ്കാനിങ് തന്നെ ഒന്നുകൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ഓക്കെ പറഞ്ഞു. എങ്കിലും ഓക്കെ പറഞ്ഞെങ്കിലും കുറേ എല്ലാവരും വിളിക്കുമല്ലോ, ഒത്തിരി പേര് അറിഞ്ഞു ഈ കാര്യം. അപ്പോൾ എല്ലാവരും ഫോണിൽ വിളിച്ചിട്ട് ഓരോ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുക. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിനും, അന്ന് തലേ ദിവസം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര വിഷമം, എന്താ ചെയ്യേണ്ട, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒത്തിരി അഭിപ്രായമുണ്ട്, നമുക്ക് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തരണം, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞ് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് കൃപാസനം എന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല. കാര്യം എനിക്ക് ഉടമ്പടിയോട് വലിയ ഇഷ്ടമില്ലെന്നല്ല, ഞാൻ എടുക്കത്തില്ല എന്ന മനസ്സിലായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ വരും, പ്രാർത്ഥിക്കും, പോകും. എനിക്ക് ഇവിടെ കൃപാസനം ഇഷ്ടമാണ്, പക്ഷേ ഉടമ്പടി എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. അപ്പോൾ ഞാൻ കൃപാസനം എന്ന് മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ നാളെ കൃപാസനത്തിൽ പോവാം. കാര്യം ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് 8 മണിക്ക് കുർബാനയുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, മാതാവ് ഞാൻ 8 മണിയാകുമ്പോൾ കുർബാനയ്ക്ക് ഞാൻ വരാം, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരണം, ഉടമ്പടി എടുക്കണോ ഇവിടെ ഇരിക്കണോ എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു തരണം. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, ഞാൻ മനസ്സിൽ വെച്ചു. അത് രാത്രി കിടന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ താമസിച്ചുറങ്ങുന്നതുകൊണ്ട് രാവിലെ അലാമില്ലാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അലാം വെച്ചിട്ടാണ് എപ്പോഴും എഴുന്നേക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ അലാം വയ്ക്കത്തില്ല, എനിക്ക് 8 മണിക്കൂടെ കുർബാനയ്ക്ക് എത്തണം, അപ്പോൾ അതനുസരിച്ചുള്ള ടൈമിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ വരണമെന്ന് തന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഞാൻ കിടന്നു. ഞാനൊരു 6:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല പോകുന്ന കാര്യം. കാരണം ഹസ്ബൻഡിനോട് ചോദിച്ച് ഹസ്ബൻഡ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം തോന്നും. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് തനിയെ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നു, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ഓരോന്നോരോന്ന് മാതാവ് ഇങ്ങനെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നെങ്കിൽ ഇറങ്ങാൻ ഞങ്ങൾ താമസിച്ചു. ഞങ്ങൾ 8:05 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരനക്കവും കണ്ടില്ല. ഞാനപ്പം വിഷമിച്ചു, മാതാവേ എന്നെ കുർബാന കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ അവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട്. ചേച്ചിയെടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി കുർബാന കഴിഞ്ഞു? അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ല, കുർബാന ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ 8:40 ആകാൻ പോകുന്നു. അന്ന് താമസിച്ചാണ് കുർബാന തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഉടമ്പടിക്കുള്ള ടോക്കണും എടുത്തിട്ട് കുർബാന കൂടാൻ വേണ്ടി ഇവിടെ ഇരുന്നു. കുർബാനയെല്ലാം കൂടി കൊന്തയൊക്കെ ചൊല്ലി ഇവിടെ ഇരുന്നപ്പോൾ കറക്റ്റ് 11 മണി ടോക്കൺ ക്ലാസ്സിനുള്ള ടൈമായി. അങ്ങനെ ഓരോന്നും മാതാവ് ഒരുക്കി തന്നത് വളരെ ഭയങ്കര, ആ ഒരുക്കി തന്ന വഴി ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണത്. ഓരോന്നും ആ ഉടമ്പടി എടുത്തതും ക്ലാസ്സിനിരുന്നതും എല്ലാം മാതാവ് ഒരുക്കി തരുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. അതായത് ഓഗസ്റ്റ് 30. ഞങ്ങൾ അതിന് മുമ്പ് ഓഗസ്റ്റ് 31 സർജറി ഫിക്സ് ചെയ്തിരുന്നത്. തലേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങളിപ്പോൾ സർജറി ചെയ്യുന്നില്ല, ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണം, ഞങ്ങൾ പറയാൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് 30, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസം പള്ളിയിൽ പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 4-ാം തീയതി ഞങ്ങൾ ഒന്നും കൂടെ സ്കാൻ ചെയ്യും. അതിന് മുമ്പ് ഡോക്ടറെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു ഒന്നുകൂടെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്യട്ടെ, റിസൾട്ട് എന്തെങ്കിലും മാറിയാലോ. അപ്പം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, റിസൾട്ട് അങ്ങനെ ക്യാൻസർ ഒന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ കുറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്നും ചെയ്യാതെ അത് കുറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വീണ്ടും പോയി സെപ്റ്റംബർ 4-ാം തീയതി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കിനും അപ്പം നമുക്കറിയാവുന്ന ഒരാളുണ്ട് അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നോട് റിസൾട്ട് ഒന്ന് പറയണേ എന്ന് പറഞ്ഞു. പക്ഷേ ഇറങ്ങിയിട്ടും പുള്ളിയുടെ മുഖം വല്ലാതെ ഇരിക്കുക, പുള്ളി ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ഓർത്തു കർത്താവ്. അപ്പം പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം വെച്ചിട്ട് റൈറ്റിൽ അങ്ങിൻ്റെ ഭാഗത്ത് കുരിശ് വരയ്ക്കുമായിരുന്നു. എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അന്ന് സ്കാൻ ചെയ്യാൻ പോകുന്ന അന്ന് ഞാൻ കാശ് രൂപ എടുത്ത് പുള്ളിയുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. എന്നിട്ടാണ് സ്കാനിങ്ങിന് കയറിയത്. ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് പുള്ളി ഇറങ്ങി വന്നിട്ട് അവിടെയുള്ള സ്റ്റാഫിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ആരെയും മുഖത്ത് എനിക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുമൊന്നും കാണുന്നില്ല. ഞാൻ ചോദിച്ചിട്ടും പുള്ളിയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തിരിച്ചിങ്ങി വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് മാതാവി ഒരു മാറ്റവും ഇല്ലെന്നാണ് തോന്നുന്നത്. അന്ന് ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് ഇരിക്കുമ്പോഴും ഞാനിത് പറഞ്ഞു, ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഒന്നും മാറിയില്ല, ഞാൻ വിശ്വസിച്ചിരുന്നത് മാറുമെന്ന് തന്നെയാണ്, പക്ഷെ ഒന്നും മാറ്റമില്ലല്ലോ മാതാവി എന്ന് പറഞ്ഞ് കുർബാന കൂടി.
കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ സ്കാനിങ് സ്ഥലത്തുള്ള പുള്ളി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക. പുള്ളി പറഞ്ഞു ആ ലീഷൻ പകുതിയിൽ കൂടുതൽ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അത് വളരെ ചെറിയൊരു ഭാഗമേ ഉള്ളൂ ഇനി അവിടെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എന്നോട് ഞാൻ എന്താ പിന്നെ അപ്പോൾ പറയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ സ്കാനിങ് അവിടെ പറയണ്ട, ഡോക്ടർ ഒന്നും കൂടെ ചോദിച്ചിട്ട്, കാര്യം വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറയാഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു അതെന്തായാലും ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മാറിയ സ്ഥിതിക്ക് അപ്പം നമ്മളെ ഓങ്കോളജി ഡോക്ടറെ വിളിച്ചു പോയി കണ്ടു, വീട്ടിൽ പോയി കണ്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയും ഇത് മിറക്കിളാണ്, ഒരിക്കലും അങ്ങനെ മാറേണ്ട കാര്യമില്ല, നിങ്ങൾ ഇനിയിപ്പം വെയിറ്റ് ചെയ്തോ, നിങ്ങൾ സർജറി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസം ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചുമയാണ്, നല്ല ചുമയുണ്ട്. ഈ ലങ് ഡിസീസ് ഉള്ളവർ ചുമക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെഡിസിനിൽ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിന് അറിയാം ഈ ക്യാൻസർ ഇതിൻ്റെ കാര്യമൊക്കെ ഡോക്ടറിന് അറിയാം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു സർജറിയൊക്കെ നടത്തിയോ, എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ കാര്യം പറഞ്ഞില്ല, ഞങ്ങൾ പോയില്ല, ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം ഡോക്ടർ ദേഷ്യപ്പെട്ടു, കാര്യം പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പുള്ളി പറയോ നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കല്ലേ, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, അങ്ങനെ ചുരുങ്ങിയതിന് വേറെ പല കാരണങ്ങളുണ്ട്, അങ്ങനെ ഇല്ലാതായതുകൊണ്ടൊന്നും അല്ല ചുരുങ്ങുന്നത്, വേറെ റീസൺ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ പോയി ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ആസ്തറിൽ വിളിച്ചു. ഡോക്ടറിനോട് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വാ, നമുക്ക് ചെയ്യാം, ബയോപ്സി വേണേൽ ബയോപ്സി ചെയ്യാം, അല്ലെങ്കിൽ പെറ്റ് സ്കാൻ വേണേൽ അത് ചെയ്യാം, സർജറി ആണെങ്കിൽ അത് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാനിരിക്കുമ്പോൾ പിന്നെയും ഞാൻ പുള്ളിയോട് പറഞ്ഞു നമുക്ക് പോവണ്ട, നമുക്കൊരു 2 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കുറയും, നമുക്കിത് മാറിക്കഴിഞ്ഞ് നമുക്ക് ഇത് മാറുമോ ഇല്ലെന്ന് സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി കണ്ടു, എങ്കിലും ഞങ്ങളൊന്നും തീരുമാനം എടുക്കാതെ തിരിച്ചു വന്ന് വീണ്ടും വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ മാസം മുഴുവൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒക്ടോബറിൽ സ്കാൻ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഒക്ടോബറിൽ സ്കാൻ ചെയ്യാൻ ഒരു ടെൻഷൻ, സ്കാൻ ചെയ്യുമ്പോൾ വീണ്ടും ഇത് കാണിച്ചാലോ, അപ്പോൾ കുറച്ചുകൂടെ ദിവസം തള്ളിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അറിയാവുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി നിങ്ങൾ എന്താ ഇങ്ങനെ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവർ ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഒക്ടോബർ അതിനിടയ്ക്ക് ഇതിന് സർജറിക്ക് വേണ്ട ഒരു 3-4 ലക്ഷം രൂപയോളം സർജറിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ട തുകയൊക്കെ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു വലിയൊരു കുറവുണ്ട്, അവരെല്ലാവരും കൂടെ ഫണ്ടെല്ലാം കൂടെ റെഡിയാക്കി വെച്ചു. അവർ പറഞ്ഞു നിങ്ങളിനി പോയാൽ മാത്രം മതി, ഫണ്ടൊക്കെ ഇവിടെ റെഡിയാണ്, എപ്പോൾ വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല, നമുക്കങ്ങനെ വേണ്ടി വരത്തില്ല എന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, എന്നും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും, കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഞങ്ങൾ ഒക്ടോബർ 24-ാം തീയതി സ്കാൻ ചെയ്യാൻ പോയി. അന്ന് സ്കാൻ ചെയ്യുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം വെച്ചു, ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചു. പുള്ളി സ്കാൻ ചെയ്യാൻ പോയി, ഞാൻ പുറത്തിരുന്ന് കൊന്ത എടുത്ത് പ്രാർത്ഥിച്ചു. പുള്ളി ഇറങ്ങി വന്നു. നമ്മളവിടെ ചോദിച്ചെങ്കിലും അവർ പറഞ്ഞില്ല നമുക്ക് റിസൾട്ട് കിട്ടിയില്ല, അവർ ഡോക്ടർ ഇല്ലായിരുന്നു, നമുക്ക് അറിയാവുന്ന ആളും അവിടെ ഇല്ല. തിരിച്ച് വീട്ടിലേക്ക് വന്നു, നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ ഈ പത്രമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാസത്തെ പത്രം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പത്രം കൊടുത്തതിന് ശേഷം സ്കാൻ ചെയ്യാൻ പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് സാധിച്ചില്ല. തിരിച്ചു വന്ന് എൻ്റെ കയ്യിലിരുന്ന പത്രവും ഞാൻ കൊണ്ട് കൊടുത്തു. കാര്യം ഇനി അതവിടെ എൻ്റെ കയ്യിൽ വെറുതെ ഞാൻ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് എത്തേണ്ടവർക്ക് എത്തണം എന്നോർത്തിട്ട് തിരിച്ചു വന്ന ഉടനെ ഞാൻ ആ പത്രം കൊണ്ട് കൊടുത്തു. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ എന്നോട് അറിയാവുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി. അപ്പോൾ ഞാൻ പറയും ഇന്ന് സ്കാൻ ചെയ്തു, ഇന്ന് അറിയാം റിസൾട്ട്, കുറച്ച് കഴിയുമ്പോൾ കിട്ടും നമുക്കെന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയും കുഴപ്പമൊന്നും വരത്തില്ല, എല്ലാം മാറും. അങ്ങനെ എല്ലാം കേട്ടു. ഞങ്ങൾ വീണ്ടും 6 മണിക്ക് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫോണിൽ വാട്സാപ്പിൽ കിടപ്പുണ്ട് റിസൾട്ട്. അപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ ഒട്ടും അറിയാത്തവർക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഏറ്റവും മുകളിൽ ആണ് ആ ലീഷൻ കാണിച്ചിരുന്ന സ്ഥലം, അവിടെ നോ ലീഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. മാതാവിന് ഒത്തിരി നന്ദി, കർത്താവിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് ഏറ്റവും ഉറച്ചു വിശ്വസിച്ചിരുന്നു കർത്താവ് ഇത് മാറ്റിത്തരുമെന്ന്. അത് മാറി തന്നതിന് മാതാവിനും കർത്താവിനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലേറെ പ്രധാനപ്പെട്ടത് ഒരു സൗഖ്യത്തിൻ്റെ കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും റിപ്പോർട്ടുകളാണ് ഇപ്പം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാവും എന്നുള്ള വചനത്തിൻ്റെ ബലം നമുക്കുണ്ട്. അപ്പം ഒരു കുടുംബം മുഴുവൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം, ഉടമ്പടി എന്ന് പറയുന്നത് വാക്ക് പുതിയതാണെങ്കിലും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ശക്തമായ പ്രാർത്ഥനയുടെ രീതി എന്ന് തന്നെ. അതിലേക്ക് വരുവാനായിട്ട് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ പ്രാർത്ഥനയെ ഉടമ്പടി എന്ന് അഡ്രസ്സ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തമായിട്ട് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം, അത് വ്യക്തമായിട്ട് ഒരു പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ അമ്മ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു കുടുംബം മുഴുവൻ നമ്മുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അത്രയും സോളിഡായിട്ടുള്ളൊരു അനുഭവം ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പം ഒരുപാട് നന്മകൾ ചെയ്യുവാനും ഒരുപാട് പേർക്ക് വലിയ അനുഭവമായിട്ട് മാറുവാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം
വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ ദൈവ സാന്നിധ്യം അറിയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പക്ഷേ ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഇതിൻ്റെ വലിയ ഉദാഹരണങ്ങളുമാണ്. പിന്നെ മുൻപോട്ട് ദൈവം നടത്തട്ടെ എന്നും അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക്